ഒരു കാലത്ത് സാക്ഷരരായിരുന്നവരെ സാക്ഷരരായി കണക്കാക്കിയിരുന്നു. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അറിവില്ലാത്ത ഒരാളെ നിരക്ഷരനായി കണക്കാക്കാം. ഞങ്ങളുടെ ഡീപ് ഡൈവ് ഇൻ ടു ദ ഡിജിറ്റൽ വേൾഡ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഈ പരമ്പര ഇപ്പോൾ കൺവേഴ്സ് പോഡ്കാസ്റ്റിൽ സംപ്രേഷണം ചെയ്യുന്നു. അവാർഡ് നേടിയ പ്രൊഫഷണൽ കമ്പ്യൂട്ടർ ലിറ്ററസി ഇൻ കനഡ എന്ന പുസ്തകത്തിലെ ഉദ്ധരണികളെ അടിസ്ഥാനമാക്കി കമ്പ്യൂട്ടറുകളുടെ ലോകത്തിലൂടെ ഞങ്ങൾ നിങ്ങളെ നയിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, പദപ്രയോഗങ്ങളില്ലാതെ, സമൃദ്ധമില്ലാതെ. നിങ്ങളൊരു വിദ്യാർത്ഥിയോ കർഷകനോ അധ്യാപകനോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതൃഭാഷയിൽ കമ്പ്യൂട്ടറുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ വ്യക്തിയോ ആകട്ടെ, ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കുള്ളതാണ്. ഡിജിറ്റൽ ലോകത്തേക്കുള്ള ഈ യാത്ര നമുക്കാരംഭിക്കാം. ഈ അറിവിന് 1000 വാതിലുകൾ തുറക്കാൻ കഴിയും. ഇത് ക്ലാരിറ്ററിയിൽ നിന്നുള്ള കൺവേഴ്സാണ്. സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രധാന വിഷയമാണ്. കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ അത് ഇന്നത്തെ കാലത്ത് ഒരുതരം നിരക്ഷരതയാണോ? അതൊരു നല്ല ചോദ്യമാണ്. pcaudio01.pdf എന്ന ഫയലിൽ നിങ്ങൾ തന്ന ആ ഭാഗം ഞാനും നോക്കിയിരുന്നു. അതെ, ആ രേഖ പറയുന്നത് അതാണ്. പണ്ടത്തെ എഴുത്തും വായനയും പോലെ ഇപ്പോൾ കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണമെന്നത് ഒരു അടിസ്ഥാന കാര്യമായി മാറി. ശരിയാണ്. അത് ശരിക്കും നമ്മുടെ എല്ലാം ജീവിതത്തെ ബാധിക്കുന്ന ഒന്നാണല്ലേ? പണ്ടത്തെ നിരക്ഷരത പോലെ അല്ല ഇത്. എങ്ങനെയാണത്? കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ നോക്കൂ, പൈസ അയക്കുന്നത്, ബില്ലടയ്ക്കുന്നത് എല്ലാം ഓൺലൈൻ അല്ലേ? ആണ്. അപ്പോൾ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോണോ ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാർക്ക് പോലും ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവുമല്ലോ. തീർച്ചയായും. ഇപ്പോ ബാങ്ക് ഇടപാടുകൾ തന്നെ നോക്കൂ, വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്നത് എത്ര വലിയ സൗകര്യമാണ്. അതെ അതെ. അതിന് പക്ഷേ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയണം. ഈ രേഖ അതാ പറയണത്. കമ്പ്യൂട്ടർ അറിയുന്ന ഒരാൾക്ക് എന്താ പറയാ, ഈ ഓൺലൈൻ ലോകം അത്ര വലിയ വെല്ലുവിളിയല്ല. അല്ല. പണരഹിത ഇടപാടുകളൊക്കെ ഇപ്പൊ സാധാരണയായില്ലേ? അതെ. അപ്പൊ ഈ അറിവ് അത്യാവശ്യമായി. ഇവിടെ ഇതിലെ ഒരു രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ, എന്താണ്? ഈ രേഖ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് മലയാളം മാത്രം അറിയാവുന്ന ആളുകളെയാണ്. ഓഹോ. അതെ. അതായത് കമ്പ്യൂട്ടർ പഠിക്കാൻ വലിയ ഇംഗ്ലീഷ് പരിജ്ഞാനം വേണമെന്നില്ല എന്നൊരു ചിന്ത. അത് കൊള്ളാലോ. സാധാരണക്കാർക്ക് ഒരുപാട് ഉപകാരപ്പെടും. അതെ, അവർക്കും ഈ ഡിജിറ്റൽ ലോകത്തിന്റെ ഭാഗമാകാൻ സഹായിക്കുക, അതാണ് ലക്ഷ്യം. പക്ഷേ എനിക്കൊരു സംശയം. ഈ രേഖയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, പ്രധാനപ്പെട്ട ടെക്നിക്കൽ വാക്കുകൾ, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടവ, അത് ഇംഗ്ലീഷിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഈ മാതൃഭാഷയിലൂടെ പഠിപ്പിക്കുക എന്ന ആശയത്തോട് ചേർന്ന് പോകുന്നുണ്ടോ? ഒരു കൺഫ്യൂഷൻ വരില്ലേ? അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ പിന്നിലെ ആശയം വളരെ പ്രായോഗികമാണ്. അതെങ്ങനെ? നോക്കൂ, ഇതിന്റെ പ്രധാന ലക്ഷ്യം കമ്പ്യൂട്ടർ പഠിപ്പിക്കുക എന്നതാണ്, അല്ലാതെ മലയാളം ഭാഷയുടെ പ്രോത്സാഹനമല്ല. ശരി. അപ്പോ കാര്യങ്ങൾ മലയാളത്തിൽ വിശദീകരിക്കും, പക്ഷേ ഡൗൺലോഡ്, സോഫ്റ്റ്വെയർ, ബ്രൗസർ പോലുള്ള വാക്കുകൾ, ടെക്നിക്കൽ ടേംസ്. അതെ, ആ ടെക്നിക്കൽ ടേംസ് അത് ലോകം മുഴുവൻ ഒരുപോലെ ഉപയോഗിക്കുന്നതാണ്. അത് അതേപടി നിലനിർത്തിയാലോ ആഗോളമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ എളുപ്പമാകും. അതെ, അതുതന്നെ. പിന്നീട് കൂടുതൽ പഠിക്കണമെങ്കിലോ ഓൺലൈനിൽ എന്തെങ്കിലും തിരയണമെങ്കിലോ ഈ ഇംഗ്ലീഷ് വാക്കുകൾ അറിയുന്നത് ഗുണം ചെയ്യും. മനസ്സിലായി. അപ്പോ പൂർണ്ണമായി മലയാളീകരിക്കുന്നതിന് പകരം ഒരു മിക്സ്ഡ് അപ്രോച്ച്. അതെ, ഒരു സന്തുലിത അവസ്ഥ. ഭാഷയും സാങ്കേതിക വിദ്യയും തമ്മിലുള്ളൊരു ബാലൻസ് കണ്ടെത്താനുള്ള ശ്രമം. മലയാളത്തിൽ ആശയം മനസ്സിലാക്കുക, എന്നാൽ ആഗോള സാങ്കേതിക പദങ്ങൾ പരിചയപ്പെടുക. അത് ശരിയാണ്. പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ അതാണ് നല്ലതെന്ന് തോന്നുന്നു. തീർച്ചയായും. അല്ലെങ്കിൽ പിന്നെ ഓരോന്നിനും പുതിയ മലയാളം വാക്ക് കണ്ടുപിടിക്കാൻ നിൽക്കണം. അത് ചിലപ്പോൾ കൂടുതൽ ആശയക്കുഴപ്പമുണ്ടാക്കിയേക്കാം. അപ്പോ നമ്മൾ ഈ ചർച്ച ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രധാന കാര്യം എന്താണ്? പ്രധാന കാര്യം, ഇന്നത്തെ ലോകത്ത് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഒരു അടിസ്ഥാന ആവശ്യം തന്നെയാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന്. അതെ, അതൊരു ആഡംബരമല്ല ഇപ്പോൾ. അല്ല. പിന്നെ അത് നേടാൻ ഭാഷ ഒരു വലിയ തടസ്സമാകരുത്. മാതൃഭാഷയിലൂടെ പഠിക്കാനുള്ള വഴികളുണ്ടാകണം. അതോടൊപ്പം ടെക്നോളജിയുടെ പൊതുവായ ഭാഷയായ ആ ഇംഗ്ലീഷ് സാങ്കേതിക പദങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനും പറ്റില്ല. ഈ ഒരു യാഥാർത്ഥ്യമാണ് ഈ രേഖ മുന്നോട്ട് വയ്ക്കുന്നത്. ശരിയാണ്. ആധുനിക ലോകത്ത് അറിവ് നേടാനുള്ള വഴികളും അതിലെ വെല്ലുവിളികളും അതിനെ എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ചുമൊക്കെ ഒരു നല്ല കാഴ്ചപ്പാട് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതെ.
സാധാരണക്കാർക്ക് പോലും ടെക്നോളജിയെ പേടിയില്ലാതെ സമീപിക്കാൻ ഒരു പ്രചോദനമാകും. അപ്പോ നിങ്ങൾക്ക് സ്വന്തമായി ആലോചിക്കാൻ ഒരു ചോദ്യം കൂടി തരാം. ഈ സാങ്കേതിക വിദ്യയൊക്കെ മാതൃഭാഷയിൽ പഠിപ്പിക്കുമ്പോൾ എവിടെയാണ് ശരിക്കും ആ ഒരു അതിർവരമ്പ് വേണ്ടത്? നല്ല ചോദ്യം. അതായത്, എവിടെ വരെ നമുക്ക് തനതായ വാക്കുകൾ ഉപയോഗിക്കാം, എവിടെ വെച്ച് നമ്മൾ ആഗോളമായി ഉപയോഗിക്കുന്ന ടെക്നിക്കൽ വാക്കുകളിലേക്ക് മാറണം? ആ ഒരു ബാലൻസ് അത് എങ്ങനെ കണ്ടെത്താൻ പറ്റും? അത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. അതിന്റെ ശരിയായ ബാലൻസ് കണ്ടെത്തുന്നത് വളരെ പ്രധാനമാണ്. അതെ, ഇന്ന് നമ്മൾ എന്താണ് പഠിച്ചതും നിരീക്ഷിച്ചത്? കമ്പ്യൂട്ടർ പഠനം എല്ലാവർക്കും സാധ്യമാണ്, നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കണ്ടെത്തിയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ചിന്തകൾ പങ്കിടുക. മറ്റൊരു എപ്പിസോഡിൽ കാണാം. ഡിജിറ്റൽ ലോകത്ത് നമുക്ക് പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കാം.